അനുചിതവും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതും തെറ്റായതുമായ പ്രബോധനങ്ങൾ കത്തോലിക്കാ സഭയെ വഴിതെറ്റിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന ഓർമ്മപ്പെടുത്തലുമായി സീനിയർ വൈദികൻ. വ്യവസ്ഥാപിതമായ നിയന്ത്രണങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിധേയമായി മാത്രമേ കത്തോലിക്കാ സഭയിൽ പ്രബോധനപരമായ ശുശ്രൂഷകൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഉറപ്പാക്കണമെന്ന് KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട്. മാരിയോ ജോസഫിന്റെ കത്തോലിക്ക വിശ്വാസവിരുദ്ധമായ പ്രസംഗങ്ങൾ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിലാണ് വള്ളിക്കാട്ടച്ചന്റെ പ്രതികരണം. വ്യക്തിപരമായ അറിവോ അഭിപ്രായമോ അനുഭവമോ സഭയുടെ പ്രബോധനമായോ ക്രിസ്തീയ ധാർമ്മിക നിലപാടായോ അവതരിപ്പിക്കാൻ ഇടയായാൽ അത് സഭയിൽ അഭിപ്രായ ഭിന്നതകളും കലഹവും വളർത്തും, തെറ്റായ മാർഗത്തിലേക്ക് അനേകരെ വഴിതിരിച്ചുവിടാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് വള്ളിക്കാട്ടച്ചൻ മുന്നറിയിപ്പ് നൽകുന്നു. KCBC ഡോക്ട്രൈനൽ കമ്മീഷന് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാനുള്ള ചുമതലയും അധികാരവുമുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കത്തോലിക്ക സഭയും പ്രബോധന അധികാരവും എന്ന തലക്കെട്ടിൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്റെ അഭിപ്രായം തുറന്നു പറയുന്നു. അതിങ്ങനെ: യേശുക്രിസ്തുവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ടതും സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതും പത്രോസിന്റെ പിൻഗാമികളായ മാർപ്പാപ്പന്മാരുടെ നേതൃത്വത്തിൻ കീഴിൽ സഭയിലൂടെ നിർവഹിക്കപ്പെടുന്നതുമാണ് കത്തോലിക്ക സഭയിലെ പ്രബോധന ശുശ്രൂഷ. വ്യക്തമായ പ്രബോധന അധികാരവും ആ അധികാരം നിർവഹിക്കാനുള്ള ഔദ്യോഗിക സംവിധാനങ്ങളും അതിനായി നിയോഗിക്കപ്പെട്ട അധികാരികളും വ്യക്തികളുമുള്ള കത്തോലിക്ക സഭയിൽ അബദ്ധ പ്രബോധനങ്ങളും പ്രബോധകരും ഉണ്ടാകുന്നത് പ്രധാനമായും ജാഗ്രത കുറവുകൊണ്ടാണ്. സുവിശേഷ പ്രഘോഷണം ഓരോ വിശ്വാസിയുടെയും കടമയും അവകാശവും ആയിരിക്കുമ്പോൾ തന്നെ അത് ശരിയായ രീതിയിലും കൃത്യമായ ഉള്ളടക്കത്തോടെയും നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സഭയ്ക്ക് മുഴുവനും കൂട്ടുത്തരവാദിത്തമുണ്ട്. ക്രിസ്തുമാർഗം കുരിശും സഹനവും ത്യാഗവും ആവശ്യപ്പെടുന്ന ഒന്നാണ്. ക്രിസ്തുവും കുരിശും ഉയർപ്പിന്റെ ശക്തിയുമില്ലാതെ ക്രിസ്തുമാർഗം എന്ന ലേബലിൽ ആരെങ്കിലും സഭയിൽ ആകർഷകമായ വിജയമന്ത്രങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ലേബലിന് പിന്നിൽ വിറ്റഴിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാൻ സഭയുടെ സംവിധാനങ്ങൾക്ക് കടമയുണ്ട്. ബോധപൂർവമോ അല്ലാതെയോ അബദ്ധ പ്രബോധനങ്ങളും സുവിശേഷത്തിന് നിരക്കാത്ത സിദ്ധാന്തങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുള്ള പ്രസംഗങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും ചിലർ പ്രചരിപ്പിക്കുന്നതായി പലരും ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധിക്കാൻ ഇടയായെന്ന് വള്ളിക്കാട്ടച്ചൻ തുടരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ആരെയും വ്യക്തിപരമായി കുറ്റം വിധിക്കാനോ അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാനോ മുതിരുന്നതിന് മുൻപ് അവരുടെ പ്രബോധനങ്ങളിലെ തെറ്റായ കാര്യങ്ങളും പ്രവണതകളും എന്താണെന്നും അവർ ഏർപ്പെട്ടിരിക്കുന്ന പ്രബോധന രംഗവുമായി ബന്ധപ്പെട്ട സഭാപ്രബോധനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും അവർക്കുള്ള അറിവും അവഗാഹവും എന്തെന്നും അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തുന്നവരാണോ എന്നും പരിശോധിക്കപ്പെടണം. വ്യക്തിപരമായ അറിവോ അഭിപ്രായമോ അനുഭവമോ സഭയുടെ പ്രബോധനമായോ ക്രിസ്തീയ ധാർമ്മിക നിലപാടായോ അവതരിപ്പിക്കാൻ ഇടയായാൽ അത് സഭയിൽ അഭിപ്രായ ഭിന്നതകളും കലഹവും വളർത്തും, തെറ്റായ മാർഗത്തിലേക്ക് അനേകരെ വഴിതിരിച്ചുവിടാൻ ഇടയാക്കുകയും ചെയ്യും. മറ്റൊരു മതത്തിലെയോ വിശ്വാസധാരയിലെയോ തീവ്ര നിലപാടുകളും സുവിശേഷ വിരുദ്ധമായ മൂല്യങ്ങളും ക്രിസ്തുമാർഗത്തിലൂടെ പ്രചരിപ്പിക്കാനോ സാധൂകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ വലിയ ഭിന്നതകളിലേക്കും വിശ്വാസ വിപരീതങ്ങളിലേക്കും വിശ്വാസികളെ നയിക്കും എന്നതിനാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ പക്വത പ്രാപിക്കാത്ത വ്യക്തികൾ തങ്ങളുടെ മാനസാന്തര അനുഭവം പങ്കുവെക്കുന്നതും അവരറിഞ്ഞ സുവിശേഷത്തിന്റെ സന്തോഷവും സമാധാനവും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതും മറ്റും വിശ്വാസത്തിൽ പക്വതയും പ്രബോധനങ്ങളിൽ വ്യക്തതയുമുള്ള വ്യക്തികളുടെ മാർഗനിർദ്ദേശങ്ങളോടെ ആയിരിക്കുന്നതാണ് ഉചിതം. സഭയുടെ പ്രബോധകരും സുവിശേഷത്തിന്റെ തെറ്റുകൂടാത്ത പ്രഘോഷകരുമായി അവർ പക്വത പ്രാപിക്കുവോളം ഇപ്രകാരമുള്ള നേതൃത്വവും നിയന്ത്രണവും അത്യന്താപേക്ഷിതമാണ്. അതിനുശേഷവും വ്യവസ്ഥാപിതമായ നിയന്ത്രണങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിധേയമായി മാത്രമേ കത്തോലിക്ക സഭയിൽ അവർക്ക് പ്രബോധനപരമായ ശുശ്രൂഷകൾ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ആരെയും തള്ളിക്കളയണം എന്നോ മാറ്റി നിർത്തണമെന്നോ അല്ല, പിന്നെയോ അനുചിതവും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതും തെറ്റായതുമായ പ്രബോധനങ്ങൾ സഭയെ വഴിതെറ്റിക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നാണ് പറയാൻ ശ്രമിച്ചത്. KCBCയുടെ ഡോക്ട്രൈനൽ കമ്മീഷനാണ് കേരള കത്തോലിക്ക സഭയിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാനുള്ള ചുമതലയും അധികാരവും ഉള്ളത്. തീർച്ചയായും ഇത്തരം ചർച്ചകൾ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടും എന്നു തന്നെ കരുതാമെന്ന് വർഗീസ് വള്ളിക്കാട്ടച്ചൻ പ്രതീക്ഷ പുലർത്തുന്നു.